യുഎസിലെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നാസയെയും ബാധിച്ചു. സർക്കാർ ധനസഹായം തടസ്സപ്പെട്ടതോടെ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് നാസയുടെ വെബ്സൈറ്റിൽ അറിയിപ്പും നൽകിയിട്ടുണ്ട്. നാസ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലെ വിവിധ വകുപ്പുകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് പിരിച്ചുവിട്ടത്. അത്യാവശ്യ ജീവനക്കാരെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം മുതൽ പൊതുജന സമ്പർക്കം വരെയുള്ള നാസയുടെ മിക്ക പദ്ധതികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഒക്ടോബർ 1-നാണ് യുഎസിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബിൽ കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കേണ്ടതുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങൾ കാരണം ഇത്തവണ ബിൽ പാസായില്ല. മുൻപ് നിലവിലുണ്ടായിരുന്നതും പിന്നീട് ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചതുമായ ചില ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളും ആനുകൂല്യങ്ങളും ബില്ലിൽ പുനഃസ്ഥാപിക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൌസും നിരാകരിച്ചതോടെയാണ് തർക്കം രൂക്ഷമാകുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ട്രംപിന്റെ ആരോപണം. കുടിയേറ്റക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സ്കീമുകൾ നൽകുമ്പോൾ അത് കൂടുതൽ പേരെ അമേരിക്കയിലെത്തുവാൻ പ്രേരിപ്പിക്കും. ഒരു രാജ്യത്തിനും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ ആകില്ലെന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബിൽ പാസാക്കണമെങ്കിൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ്. ഈ പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് അമേരിക്ക ഷട്ട്ഡൌണിലേക്ക് നീങ്ങിയത്. ഇതോടെയാണ് പല മേഖലയും പ്രതിസന്ധിയിലായത്.